മുൻ വി വി അരുൺ നമുക്കൊപ്പം ചേരുന്നു. അരുൺ, CPM തോൽവി പരിശോധിക്കാൻ, വീഴ്ചകൾ ചർച്ച ചെയ്യാൻ CPM ഗൗരവമായ ആലോചനകൾ നടത്തുന്നതിനിടയിലേക്കാണ് ഈ അറസ്റ്റ് കൂടി കടന്നു വരുന്നത്. ഉയരുന്ന ചോദ്യം ഇതാണ്: PS പ്രശാന്തിൽ ഈ അറസ്റ്റ് ഒതുങ്ങുമോ? അടുത്ത 3-ാം തീയതി സെപ്റ്റംബർ 3-ന് കേസ് വീണ്ടും കോടതിയിൽ എത്തുകയാണ്. അതിനു മുമ്പ് ഒരു പക്ഷേ ചാർജ് ഷീറ്റ് കോടതിയിൽ എത്തിയേക്കാം. അങ്ങനെയെങ്കിൽ അറസ്റ്റിന് ചില സാധ്യതകൾ ഉണ്ടോ എന്ന ചോദ്യമാണ്. അവിടെ ഉയരുന്ന ചോദ്യം കടകംപള്ളി സുരേന്ദ്രൻ അടക്കമുള്ളവർ സംശയനിഴലിലുണ്ട് എന്നതുകൂടിയാണ് ഇതിൻ്റെ രാഷ്ട്രീയ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നത്. തീർച്ചയായിട്ടും PS പ്രശാന്തിൻ്റെ അറസ്റ്റ് CPMന് ആദ്യഘട്ടത്തിൽ EP ജയരാജൻ പ്രതികരിച്ചതുപോലെയൊക്കെ പറഞ്ഞ് ഒഴിഞ്ഞുമാറിപ്പോകാൻ മാത്രം കഴിയുന്ന ഒരു വിഷയമല്ല. കാരണം CPMൻ്റെ 3-ാമത്തെ പ്രസിഡന്റാണ്, അല്ലെങ്കിൽ CPM നോമിനിയായി ദേവസ്വം ബോർഡ് തലപ്പത്തേക്ക് എത്തിയ 3-ാമത്തെ ആളാണ് ഈ സ്വർണ്ണക്കൊള്ള കേസിൽ ജയിലിലാകുന്നത്. CPM അതിൽ ഉണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങൾ ആദ്യഘട്ടം തിരിച്ചറിഞ്ഞില്ല. പക്ഷേ തെരഞ്ഞെടുപ്പിന് ശേഷം CPM സംസ്ഥാന കമ്മിറ്റി തന്നെ സ്വർണ്ണക്കൊള്ളയിൽ ഇങ്ങനെ ആയിരുന്നില്ല, നടപടി സ്വീകരിക്കേണ്ടെന്ന് തിരിച്ചറിഞ്ഞതാണ്. കേന്ദ്ര കമ്മിറ്റിയുടെ വിലയിരുത്തലും ആ രീതിയിലാണ് കൈവശം പുറത്തു വന്നത്. ഇന്ന് MAB ജനറൽ സെക്രട്ടറി വ്യക്തമാക്കി, കേന്ദ്ര കമ്മിറ്റിയുടെ അവലോകന റിപ്പോർട്ട് ഇന്ന് സംസ്ഥാന സമിതി അവതരിപ്പിക്കുകയാണ്. അവിടെ അത് ചർച്ച ചെയ്യും. ആ സാഹചര്യത്തിൽ പ്രശാന്തിൻ്റെ അറസ്റ്റിന് കൂടുതൽ വലിയ മാനങ്ങളുണ്ട്. എന്തുകൊണ്ട് നേരത്തെ വിവാദം ഉയർന്നപ്പോൾ ഇത്തരക്കാരെ മാറ്റാൻ CPM തയ്യാറായെന്ന ചോദ്യം വീണ്ടും ഉയർന്നു വരും. ഏതായാലും ഇപ്പോൾ തിരിച്ചറിഞ്ഞുകൊണ്ട് മാത്രം ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകില്ല. പ്രശാന്തിനെ EP ജയരാജൻ തള്ളിപ്പറഞ്ഞു തന്നെയാണ് നിലപാടെടുത്തത്. പക്ഷേ വാസവൻ്റെ പ്രതികരണത്തിൽ അത്തരത്തിൽ പൂർണ്ണമായും പ്രശാന്തിൻ്റെ ഭാഗത്തേക്ക് തെറ്റുണ്ടായ ബോധ്യം തങ്ങൾക്കില്ല, അത് SITക്ക് ഉണ്ടാകാമെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു പോവുകയായിരുന്നു. ഏതായാലും CPMനെ കൂടുതൽ പ്രതിരോധത്തിലാക്കുന്ന ഒരു നടപടി തന്നെയാണ് ഇപ്പോൾ SITയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. ഇനി പ്രശാന്തിൻ്റെ ബോർഡിലുണ്ടായിരുന്ന CPM അംഗമടക്കമുള്ളവർ അറസ്റ്റ് ഭീഷണിയിലുമാണ്, അറസ്റ്റ് നിഴലിലുമാണ്. അതും കൂടുതൽ CPMനെ പ്രതിരോധത്തിലാക്കാൻ പോകുന്ന കാര്യം തന്നെയാണ്. ശബരിമല സ്വർണ്ണക്കൊള്ള വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യാൻ CPMന് കഴിഞ്ഞില്ല. പ്രതികളായവരെ ആ ഘട്ടത്തിന് പുറത്താക്കി മുന്നോട്ട് പോയിരുന്നുവെങ്കിൽ ഇത്ര വലിയ ഒരു തിരിച്ചടി ഉണ്ടാകുമായിരുന്നു. പ്രത്യേകിച്ച് പത്മകുമാറിനെ അടക്കം അത് പല തലങ്ങളിൽ നിന്ന് തിരഞ്ഞെടുപ്പിന് മുമ്പ് ഉയർന്നു വന്നിട്ടും അത് ആ രീതിയിൽ ഏറ്റെടുക്കാൻ CPM തയ്യാറായതിന് പകരം സംരക്ഷിച്ചു തന്നെയാണ് മുന്നോട്ട് പോയത്. പക്ഷേ പ്രശാന്തിന് നേരത്തെ പത്മകുമാറിനും മറ്റും ലഭിച്ച ഒരു സംരക്ഷണ വലയം CPMൻ്റെ ഭാഗത്ത് ഉണ്ടാകാൻ ഇടയില്ല. കാരണം ശബരിമല സ്വർണ്ണക്കൊള്ള അത്രയധികം തിരിച്ചടി CPMന് ഉണ്ടാക്കിയിട്ടുണ്ട്. അവർ അത് തിരിച്ചറിഞ്ഞിട്ടുമുണ്ട്. അരുൺ, ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ പ്രശാന്തിലേക്ക് ഇത് ഒതുങ്ങുമോ എന്ന ചോദ്യം വരുമ്പോൾ മുമ്പ് മുൻ ദേവസ്വം മന്ത്രിമാരിൽ ആരോപണ വിധേയരായി പ്രധാനപ്പെട്ട ആളുകളിലൊന്ന് കടകംപള്ളി സുരേന്ദ്രനാണ്. കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്തിട്ടുള്ളതുമാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള ബന്ധമൊക്കെ ചർച്ച ചെയ്യപ്പെട്ടതാണല്ലോ. ഇതിനൊടുവിലാണ് കടകംപള്ളി സുരേന്ദ്രന് മുൻ ഇപ്പോഴത്തെ ആഭ്യന്തരമന്ത്രിയുമായുള്ള ചില കൂടിക്കാഴ്ച ദൃശ്യങ്ങളൊക്കെ പുറത്തു വരികയും ചെയ്തത്. അപ്പോൾ ഭയപ്പെടുന്നുണ്ടോ CPM കൂടുതൽ അറസ്റ്റ് എന്ന കാര്യം? അങ്ങനെയെങ്കിൽ കടകംപള്ളി സുരേന്ദ്രനും ഈ പട്ടികയിലേക്ക് വരുമല്ലോ. തീർച്ചയായിട്ടും അത്തരം ഒരു ആശങ്ക CPMനുണ്ട്. പക്ഷേ ഈ ആദ്യഘട്ടം മുതൽ CPMൻ്റെ സംസ്ഥാന സെക്രട്ടറി വ്യക്തമാക്കിയത് ആരുൾപ്പെട്ടാലും അവർ അറസ്റ്റ് ചെയ്തോട്ടെ നിലപാടാണ്. അതുതന്നെയാണ് കടകംപള്ളിക്ക് തിരിച്ചടി ഉണ്ടാക്കിയതും. പക്ഷേ നേരിട്ട് ദേവസ്വം ബോർഡിൻ്റെ ദൈനംദിന പ്രവർത്തനങ്ങളിൽ മന്ത്രിമാർക്ക് റോളില്ല. അതാണ് CPMും കടകംപള്ളി സുരേന്ദ്രനും ഇതിൽ മന്ത്രിക്ക് പങ്കില്ല എന്ന് പ്രതിരോധിക്കാൻ നിർത്തുന്ന പ്രധാനപ്പെട്ട ന്യായം. ഇതുവരെയും അതിന് വിരുദ്ധമായൊരു തെളിവും ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള ബന്ധമൊക്കെ പലപ്പോഴായി പുറത്തു വന്നെങ്കിലും അതിനപ്പുറത്തേക്ക് ഈ സ്വർണ്ണപ്പാളികൾ കൊണ്ടുപോകുന്നതിന് ബന്ധപ്പെട്ട നടപടിക്രമങ്ങളിൽ സാങ്കേതികമായി ഒരു തരത്തിലുള്ള ബന്ധവും ഇടപെടലോ ദേവസ്വം മന്ത്രിയുടെ ഭാഗത്ത് ഉണ്ടായിട്ടില്ല. പക്ഷേ അതിനപ്പുറത്തേക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മൊഴിയിൽ ഏതെങ്കിലും കടകംപള്ളിക്ക് എന്തെങ്കിലും ബന്ധമുണ്ടെന്ന് വന്നാൽ മാത്രമേ, അല്ലെങ്കിൽ ഈ പ്രതികളിൽ ആരെങ്കിലും അത്തരം മൊഴി വന്നാൽ മാത്രമേ കടകംപള്ളി ഇതിലേക്ക് നേരിട്ട് ബന്ധിപ്പിക്കാൻ കഴിയൂ. നിലവിൽ അതിനുള്ള സാഹചര്യമില്ല എന്നാണ് CPM കരുതുന്നത്. പക്ഷേ കടകംപള്ളിയുടെ രമേശ് ചെന്നിത്തലയുമായുള്ള കൂടിക്കാഴ്ചയൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് തന്നെ വായിക്കപ്പെടുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഏതായാലും ഇതിനപ്പുറത്തേക്ക് പോയാൽ വീണ്ടും CPM അത് കടകംപള്ളിയിലേക്ക് എത്തിയാൽ അത് CPMനെ പറഞ്ഞു നിൽക്കാൻ കഴിയാത്ത പ്രതിരോധത്തിലേക്ക് കൊണ്ടുപോകുമെന്ന് ഉറപ്പാണ്, പ്രതിസന്ധിയിലേക്ക് കൊണ്ടുപോകുമെന്ന് ഉറപ്പാണ്. ഏതായാലും PS പ്രശാന്ത് കോൺഗ്രസിൽ നിന്ന് വന്ന നേതാവാണ്. പത്മകുമാർ CPMൻ്റെ സംസ്ഥാന ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായിരുന്നു. വാസു CPM ഏറ്റവും വേണ്ടപ്പെട്ട ഒരു ഉദ്യോഗസ്ഥൻ. പിന്നീട് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പദവിയിലേക്ക് വരെ CPM ഉയർത്തിക്കൊണ്ടുവന്ന വളരെ കാലമായി CPM സഹയാത്രികനായ ഒരു ആൾ. അത്തരം ആളുകൾ 3 പേരാണ് ഇപ്പോൾ ഈ കേസിൽ അറസ്റ്റായിരിക്കുന്നത്. അതിനും അപ്പുറത്തേക്ക് രാഷ്ട്രീയ നേതാക്കൾ, അതായത് മന്ത്രിമാരിലേക്കൊക്കെ പോകുമോ എന്ന കാര്യത്തിൽ ആശങ്ക CPMനുണ്ട്. പക്ഷേ നിലവിൽ അത്തരം സാഹചര്യം ഉണ്ടാകില്ല എന്നൊരു പ്രതീക്ഷയാണ് CPM കേന്ദ്രങ്ങൾ നൽകുന്നത്. അതാണ് സാഹചര്യം. അരുൺ, തുടരുക. എന്തായാലും പോലീസിൻ്റെ നീക്കം ഇങ്ങനെയാണ്. കൊല്ലം പോലീസ് ക്ലബ്ബിലേക്കാണ് ഇപ്പോൾ കൊണ്ടുപോകുന്നത് പ്രശാന്തിനെ. പോലീസ് ക്ലബ്ബിൽ വെച്ച് അറസ്റ്റ് രേഖപ്പെടുത്തും. അതിനുശേഷം ചോദ്യം ചെയ്യലിന് ശേഷമായിരിക്കും, പ്രാഥമിക ചോദ്യം ചെയ്യലിന് ശേഷം കോടതിയിൽ ഹാജരാക്കുമെന്നതാണ്. ചോദ്യം ചെയ്യലിൽ പുതിയ കാര്യങ്ങൾ ചോദിച്ചറിയാനില്ല. പലവട്ടം ചോദ്യം ചെയ്യലിന് വിധേയനായിട്ടുണ്ട് PS പ്രശാന്ത്. ഇതായിപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തി കോടതിയിൽ ഹാജരാക്കാൻ പോവുകയാണ് കൊല്ലത്ത്. ഈ കേസിൽ സമാനമായി തന്നെ മറ്റ് പ്രതികളെയൊക്കെ കൊല്ലത്ത് തന്നെയാണ് ഹാജരാക്കിയത്. അതുകൊണ്ട് സ്വാഭാവികമായും ആ നടപടി തന്നെയാണ് അവിടെ നിന്നും പ്രതീക്ഷിക്കുന്നത്.
അരുൺ, ഒരു കാര്യം കൂടി, സർക്കാരിൻ്റെ പ്രതികരണം എന്ത് എന്നതും പ്രസക്തമാണല്ലോ. പുതിയ സർക്കാരാണ്, അതായത് പുതിയ സർക്കാർ ചുമതലയേറ്റ ശേഷമുള്ള SITയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നീക്കം എന്ന പ്രത്യേകത കൂടി ഇതിനുണ്ട്. ദേവസ്വം മന്ത്രി, ആഭ്യന്തരമന്ത്രി, മുഖ്യമന്ത്രിയൊക്കെ ഈ അറസ്റ്റുകളെ എങ്ങനെ കാണും? ഇത് സ്വാഭാവികമായും സർക്കാരിൻ്റെ അറിവോടെയാണ് ഈ അറസ്റ്റ് എന്നൊരു പ്രചരണം ഒരു വശത്ത് നടക്കും. എന്തായാലും അത് ഉറപ്പാണ്. രാഷ്ട്രീയ സമ്മർദ്ദം SITക്ക് മുന്നിൽ സർക്കാരിനുണ്ട് എന്ന ആക്ഷേപത്തെ എങ്ങനെ പ്രതിരോധിക്കും പുതിയ സർക്കാർ? ദേവസ്വം ബോർഡ് അംഗത്തിനെ ചോദ്യം ചെയ്യണമെന്ന ആവശ്യം, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പങ്ക് അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ട് നേരത്തെ ദേവസ്വം മന്ത്രി കെ മുരളീധരൻ SITക്ക് കത്ത് നൽകിയിരുന്നു. അവിടെയാണ് CPM രാഷ്ട്രീയ പ്രേരിതമെന്ന ആരോപണം വീണ്ടും ഉന്നയിച്ചത്. അല്ലെങ്കിൽ ദേവസ്വം മന്ത്രി SITയുടെ അന്വേഷണത്തിൽ ഒരു വിധത്തിലും സർക്കാർ ഇടപെടില്ല എന്ന് കഴിഞ്ഞ സർക്കാരും ഈ സർക്കാരുമൊക്കെ വ്യക്തമാക്കുമ്പോൾ എന്തിന് ദേവസ്വം മന്ത്രി അങ്ങനെ ഒരു കത്ത് നൽകിയെന്ന ചോദ്യമാണ് CPM ഉയർത്തിയത്. സ്വാഭാവികമായും മുരളീധരൻ്റെ പ്രതികരണം ഈ വിഷയത്തിൽ വളരെ നിർണായകമാണ്. പ്രശാന്തിൻ്റെ പ്രശാന്തിന് എടുത്ത ശേഷമുള്ള പ്രതികരണം അല്പസമയത്തിനകം ഉണ്ടാകുമെന്നാണ് നമ്മൾ കരുതുന്നത്. അദ്ദേഹത്തിൻ്റെ പ്രതികരണത്തിനും ശ്രമിക്കുന്നുണ്ട്. രാഷ്ട്രീയ പ്രേരിതമെന്ന ആരോപണം ഈ ഘട്ടത്തിൽ പൂർണ്ണമായും CPM മാത്രത്തിൽ ഉന്നയിക്കുമോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. EP ജയരാജൻ്റെയും മറ്റും പ്രതികരണമൊക്കെ അങ്ങനെ പൂർണ്ണമായും രാഷ്ട്രീയ പ്രേരിതമെന്ന വഴി CPM സ്വീകരിക്കില്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ ഇന്ന് CPM സംസ്ഥാന കമ്മിറ്റി യോഗം ചേരുമ്പോൾ സ്വാഭാവികമായും ഈ വിഷയം ചർച്ചയ്ക്ക് വരും. അതിനുശേഷം CPM സംസ്ഥാന സെക്രട്ടറി വാർത്താ സമ്മേളനം നാളെയാകും ഉണ്ടാവുക. ഈ VN വാസവനോട് സംസാരിക്കുമ്പോൾ അദ്ദേഹം ഇക്കാര്യം അറിഞ്ഞിട്ടില്ല എന്ന നിലപാടാണ് വ്യക്തമാക്കിയത്. പ്രശാന്ത് ഏതും തെറ്റ് ചെയ്താൽ ഞങ്ങൾക്ക് ബോധ്യമില്ല. ഈ രാഷ്ട്രീയ പ്രേരിതമെന്ന നിലപാട് പ്രശാന്തിൻ്റെ ബോധ്യത്തിൽ നിന്ന് പറഞ്ഞതാകാം എന്നുകൂടി അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നുണ്ട്. ഏതായാലും CPMൻ്റെ ഒരു വളരെ കൃത്യമായ നിലപാട് ഇനിയും പുറത്തു വരേണ്ടിയിരിക്കുന്നു. ഇത് പൂർണ്ണമായും രാഷ്ട്രീയ പ്രേരിതമെന്ന ആരോപണത്തിൽ ഉറച്ചു നിൽക്കുമോ, അല്ലെങ്കിൽ തെറ്റ് ചെയ്തവർ ശിക്ഷിക്കപ്പെടട്ടെ എന്ന പാർട്ടിയുടെ ഈ വിഷയത്തിൽ നേരത്തെയുള്ള നിലപാടിനൊപ്പമായി CPM നിൽക്കുമോ എന്ന കാര്യമാണ് ഇനി അറിയേണ്ടത്. അതാണ് അറിയേണ്ട കാര്യം. എന്തായാലും വളരെ പ്രധാനപ്പെട്ട വിഷയമാണ് ശബരിമലയിൽ സംഭവിക്കുന്നത് എന്നതാണ് സാഹചര്യം. അങ്ങനെയെങ്കിൽ ഇനി ഏത് നീക്കം എന്നതാണ് സാഹചര്യം. ഇന്ന് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം കൂടി സംഭവിക്കുന്നുണ്ട്. അതായത് ശബരിമലയിലെ തന്ത്രി സ്ഥാനത്തെ തലമുറ മാറ്റത്തിന് ഇന്ന് ദേവസ്വം ബോർഡ് യോഗത്തിൽ തീരുമാനമുണ്ടാകാനിരിക്കുകയാണ്. ഇന്നലെ ഈ കേസ് പരിഗണിക്കെ തന്ത്രിയെ ബോർഡിന് തന്നെ നിശ്ചയിക്കാമെന്ന് ഹൈക്കോടതിയുടെ നിരീക്ഷണം ഉണ്ടായിരുന്നു. സ്പെഷ്യൽ കമ്മീഷണറെ കഴിഞ്ഞ ദിവസം ഈ നിലപാട് അറിയിച്ചിരുന്നു. ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് തന്ത്രി സ്ഥാനമാറ്റം ബോർഡ് ചർച്ച ചെയ്യുന്നത്. ആരോഗ്യ കാരണങ്ങളാൽ തന്നെ ഒഴിവാക്കിയ മകൻ ബ്രഹ്മദത്തിനെ തന്ത്രിയാക്കണമെന്നായിരുന്നു കണ്ഠർ രാജീവരെ ബോർഡിനോട് ആവശ്യപ്പെട്ടിരുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പ്രതിയായതിന് പിന്നാലെയാണ് രാജീവര് മാറ്റം ആവശ്യപ്പെട്ട് കത്ത് നൽകിയത്. ബ്രഹ്മദത്തിനെ തന്ത്രിയായി നിശ്ചയിച്ചാൽ ചിങ്ങം 1 അദ്ദേഹമായിരിക്കും ചുമതലയേൽക്കുക. ശബരിമല മാളികപ്പുറം മേൽശാന്തിമാരുടെ മുഖാമുഖം പാനലിലും തന്ത്രി മഹേഷ് മോഹനർക്കൊപ്പം ബ്രഹ്മദത്തിനെയും ഉൾപ്പെടുത്തും. ദേവസ്വം ബോർഡിനും ബ്രഹ്മദത്തിനെ ഉൾപ്പെടുത്തുന്നതിൽ അദ്ദേഹത്തെ തന്ത്രിയാക്കുന്നതിന് അനുകൂല നിലപാടാണ്. ഹൈക്കോടതിയുടെ അഭിപ്രായം അറിഞ്ഞ ശേഷം തീരുമാനമെടുക്കാൻ മാറ്റിവെച്ചിരുന്നതാണ്. അപ്പോൾ സ്വാഭാവികമായും ഇന്ന് തീരുമാനിക്കപ്പെടുക ബ്രഹ്മദത്തിന് രാജീവർക്ക് പകരം മകൻ ബ്രഹ്മദത്തൻ ശബരിമല തന്ത്രിയായി ചുമതലയേറ്റെടുക്കും. അത് തീരുമാനം ഇന്ന് ചേരും എന്നതാണ് കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.